മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ബുദ്ധി നേരെ നിൽക്കുകയും ആ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും നന്മകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യന് മഹത്വമുണ്ടാകുന്നത്. മനുഷ്യന് തനിക്കൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിനെ അനുസരിച്ച് ജീവിക്കണമെന്നുമുള്ള ബോധ്യമുണ്ടാകുമ്പോൾ മനുഷ്യന് നന്മ ചെയ്യാനുള്ള പ്രേരണയുണ്ടാകും. മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ തകർക്കാനും അത് മറച്ചുവെക്കാനും കാരണമാകുന്ന ഒരു തിന്മയാണ് ലഹരി. ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് മനുഷ്യനിലെ ഈ ഒരു നന്മ ഇല്ലാതായി പോകുന്നു. മനുഷ്യൻ അതിൻ്റെ പേരിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്നു, കൊല ചെയ്യുന്നു, അതുപോലെ മറ്റു നിരവധി തിന്മകൾ ചെയ്യുന്നു. ഈ തിന്മകൾ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഉൾക്കൊള്ളുന്ന മതത്തെയോ അല്ലെങ്കിൽ ആ മനുഷ്യൻ ഉൾക്കൊള്ളുന്ന മറ്റേതെങ്കിലും കുടുംബത്തെയോ മറ്റു വിഷയങ്ങളെയോ ആക്ഷേപിക്കുകയല്ല ശരിക്കും ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ തിന്മക്ക് പ്രേരകമാകുന്നത് എന്ന് മനസ്സിലാക്കി അതിനെതിരെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ മദ്യപിക്കുമ്പോൾ അവൻ ആ മദ്യപിക്കുന്നത് തീർത്തും തെറ്റാണ്. അവന് ഇസ്ലാമികമായ ഒരു മദ്യപാനമില്ല, ഇസ്ലാമികമായ വ്യഭിചാരമില്ല. ഇതെല്ലാം ഇസ്ലാം വിലക്കിയതും ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞതുമാണ്. ഇത്തരം തിന്മകളിലൂടെ മറ്റൊരു വലിയ തിന്മ ഉണ്ടായിത്തീരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ മതത്തെ ആക്ഷേപിക്കുന്ന പ്രവണത നമുക്ക് ഒരിക്കലും ഭൂഷണമല്ല. മതം നന്മ പഠിപ്പിക്കുന്നു, നന്മ പ്രേരിപ്പിക്കുന്നു, നന്മയെ പിന്തുണക്കുന്നു. പലപ്പോഴും മറ്റു പല ചിന്താഗതികളും, ലിബറലിസവും പോലെയുള്ള ചിന്താഗതികളും തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നു. തിന്മക്ക് കാരണമാകുന്ന എല്ലാ ഇടങ്ങളെയും പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നു. ആ പ്രോത്സാഹനത്തിൻ്റെ പേരിൽ പ്രണയബന്ധങ്ങളും അതുപോലെ ലഹരിയും തുടങ്ങി മനുഷ്യൻ്റെ മൂല്യങ്ങളെ മറന്നുള്ള ഒരുപാട് ചൂഷണങ്ങളും വേണ്ടാത്തരങ്ങളും വർദ്ധിച്ചു വരുന്നു. അതിലൂടെ ഉപതിന്മകളായി വൻ തിന്മകൾ വന്നുകൂടുന്നു. ഈ സമയത്ത് മനുഷ്യൻ നിരാകരിക്കേണ്ടത് തിന്മയെയാണ്, മനുഷ്യൻ പുൽകേണ്ടത് നന്മയെയാണ്. നന്മയെ മനുഷ്യന് പകർന്നു കൊടുക്കുന്ന മതത്തെ മനുഷ്യൻ ശ്ലാഘിക്കണം, മനുഷ്യൻ സ്വീകരിക്കണം. അപ്പോഴാണ് മനുഷ്യന് നന്മയിലേക്കുള്ള വഴി എളുപ്പമാകുന്നത്.